ഹേ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇപ്പം എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണേ. ഇപ്പം നല്ല മഴയും കാറ്റൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഷോക്സ് ഒക്കെ ഇട്ടിട്ടാണ് നടക്കൽ, തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം ഉമ്മാൻ്റെ വീട്ടിൽ നമുക്കിന്ന് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഫംഗ്ഷൻ ആയിട്ടല്ല, എന്നാലും ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പം യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫോർത്ത് സെമ്മിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിക്കണേ. അപ്പോൾ പഠിക്കാൻ ആവശ്യമുള്ള ബുക്കൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ്. ഇതിപ്പോൾ പഠിക്കൊന്നുമില്ല, എന്നാലും എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാണ്. അതിനിപ്പോൾ പഠിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ള ബുക്കൊക്കെ നമ്മൾ സോർട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ്. ഇത് പാക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഷുവർ ആട്ടോ, ഞാൻ അവിടെ പോയിട്ട് ഈ ഒരു ബാഗ് ഒന്ന് തുറന്ന് നോക്കാൻ പോലും പോണില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ബുക്കൊക്കെ പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ എനിക്കൊരു ഒന്നും രണ്ടും മൂന്നും പെന്നെച്ചൊന്നും പറ്റൂല. എനിക്കൊരു 10-15 പെന്ന് വേണം. കാരണം എനിക്ക് അതിൻ്റെ ഒരു ഇങ്ക് കൂടുതൽ വരുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ മൂഡിനനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റാനാണ്. ഈ ഒരു ബാഗ് ഞാൻ എൻ്റെ കോളേജിൽ മേടിച്ചതാട്ടാ. അടിപൊളിയല്ലേ. ആ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാട്ടാ നമ്മൾ ഫ്രഷ് ആവാനൊക്കെ ഇരിക്കണത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും കഴിക്കും. അപ്പോൾ ഈ പുട്ടിൻ്റെ മേലത്തെ ആ ഒരു തേങ്ങ, ആ ഒരു സംഭവം ഇഷ്ടമല്ല. എപ്പോഴും അത് കളയലാണ് പതിവ്. കടലക്കറി ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു കോംബോ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പഞ്ചസാര കൂട്ടി അടിക്കാറാണ് പതിവ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഫ്രഷായി ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. ക്യാമറ ഫിക്സ് ചെയ്യാനുള്ളൊരു മെനക്കേടാട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കയ്യിൽ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നമ്മൾ ഏഴൂരാണ് ഉമ്മാൻ്റെ വീട്, അവിടേക്ക് പോവാണ്. അങ്ങനെ എപ്പോഴും പറയുന്ന പോലെ വണ്ടീൻ്റെ വയറ് നിറച്ചിട്ടാട്ടോ നമ്മൾ പോവല്. അവർ നോക്കണമല്ലോ. ആ ഇനിയിപ്പോ ഞാൻ നിർത്തി തരാം. വൈകുന്നേരം വരുമ്പോ ചെറിയാപ്പനോട് പോരട്ടാ. അപ്പം ഉമ്മ തറവാടിൻ്റെ അവിടെ തന്നെ ഇറങ്ങി പോവാണ്. നമ്മളെല്ലാവരും മാമൻ്റെ വീട്ടിലേക്കാട്ടോ പോണത്. അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല, കുറച്ച് ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. അങ്ങനെ വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. അപ്പോൾ കുറച്ച് മുന്നേ താത്താൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോഴാണ് ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പം നമ്മളൊരു കുഞ്ഞ സർപ്രൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാം. ഓക്കെ, അത് ആരെങ്കിലും എടുത്തോണ്ടിട്ടുണ്ടാവോ? അല്ലല്ല, മേലേക്ക് പോലെ നമുക്കിത് ഒളിപ്പിച്ച് വെക്കണം. നോക്കാം, ഇവിടെ വെക്കണ പിന്നെ മേലെ വെക്കാം. ഉമ്മമ്മ അതിന് മേലെ നോക്കൂല. മേലെ വെച്ചാലോ? ഉമ്മമ്മ വരില്ലല്ലോ. മേലക്കന്നെ പോലെ ഇത് ഇവിടേക്ക് ആരും വരില്ല. അപ്പൊ നമുക്ക് ഇവിടെ വെക്കല്ലേ? ആ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം, അങ്ങനെ ആരും കാണാത്ത രീതി. അപ്പൊ ഗൈസ്, ഇതിന്റെ അടിയിലൊരു അറുണ്ട്, നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മേടിച്ച സാധനം വെക്കണതൊക്കെ കണ്ടില്ലേ, ഞാൻ അത് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ കാണാം. ഓക്കെ, അപ്പൊ 10 കടയിലൊന്നും കയറി തീർക്കാൻ നമ്മുടെ അടുത്ത് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നെസ്റ്റോക്കാണ്. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാട്ടോ പോണത്. ഗൈസ്, അപ്പൊ നമ്മള് ഉമ്മാന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ ഡ്രസ്സും കേക്കും വാങ്ങാൻ വന്നതാണ്. അപ്പൊ നമുക്കത് നോക്കാം. അപ്പം ഇപ്രാവശ്യത്തെ ഉമ്മാൻ്റെ ബർത്ത്ഡേ ടോട്ടലി മറന്നിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ താത്താൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടാണ് ഓർമ്മയായത്. അപ്പോൾ ഇപ്പം നെസ്റ്റോയിൽ ഭയങ്കര സെക്യൂരിറ്റി ഗാർഡ്, അതായത് എല്ലായിടത്തും നല്ല സെക്യൂരിറ്റി. എന്താ പ്രശ്നം എന്നറിയില്ല. അപ്പോൾ കേക്ക് നോക്കുകയാണ് നമ്മൾ ഫസ്റ്റായിട്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടത്. എനിക്ക് കേക്കൊന്നും കൊടുത്ത് സർപ്രൈസ് ചെയ്യുന്നതുകൊണ്ട് തീരെ താല്പര്യമില്ല. ഞാൻ വിചാരിക്കുന്നത് ഒരു വേസ്റ്റ് ഓഫ് മണിയാണെന്നാണ്. ആ ഒരു സമയത്ത് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ കേക്ക് വല്ലാതെ എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു, എന്നാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ ആസ് യൂഷ്വൽ എനിക്ക് കേക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഡ്രസ്സ് നോക്കാമെന്നുള്ള മൈൻഡിൽ പോയി. അപ്പോഴും ഞാൻ മാറ്ററിന്ന് വിട്ടു പോകണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്താ ഓഫർ എന്നുള്ളതൊക്കെ നോക്കി പോവായിരുന്നു, മലയാളിടാ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് മേടിച്ചൊരു ചെരുപ്പ് ഒരു രസവും ഇല്ല എന്നും പറഞ്ഞിട്ട് ഇന്ന് ട്രോളാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു 2 ചുരിദാർ കൊടുക്കാന്നാണ്. നോക്കാം നമുക്ക് നമ്മളെ ബഡ്ജറ്റിൽ നിൽക്കുമെന്നുള്ളത്. അപ്പോൾ
അപ്പോൾ ഉമ്മാക്ക് കോട്ടൺ ചുരിദാറുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതന്നെ ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊന്നും ഞാൻ എത്ര തിരഞ്ഞിട്ടും കണ്ടില്ല. അപ്പോൾ എന്തിനാ നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ നല്ലത് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അതിൻ്റെ ശേഷം നമ്മൾ പരിപാടിക്ക് ഓർഡർ ചെയ്ത ഫുഡ് മേടിക്കാനാട്ടോ വന്നിക്കണത്. ഞാൻ ഈ പരിപാടിക്ക് വന്നതിൻ്റെ മെയിൻ റീസൺ ആണ് നടന്നു വരുന്ന മൂപ്പരാളെ ബിരിയാണി ഒരു രക്ഷയില്ല. അത്രയും അടിപൊളിയാണ്. ഞാൻ ഏത് പരിപാടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഫുഡ് എവിടുന്നാന്ന് ചോദിച്ചിട്ടാ പോവല്. അത്രയും ഫേവറേറ്റ്സ് ആണ് എനിക്ക് മൂപ്പരാളെ ബിരിയാണി. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ഒരു വണ്ടിക്ക് കയറ്റാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് കാക്ക ഭയങ്കര സ്ട്രിക്റ്റ് ആവും, അധികം സംസാരിക്കൂല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ ഫുഡ് കഴിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് മൂപ്പരാളെ കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ചെമ്പ് വെച്ചാൽ നമ്മൾ വണ്ടീൻ്റെ മേലെ കയറി ഇരിക്കേണ്ടി വരും. ഫുഡ് മേടിക്കാനെന്നുള്ള മെയിൻ ഉദ്ദേശത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ ഇടയിലാണ് ഈ പ്ലാനുകളൊക്കെ ഉണ്ടായത്. അപ്പം ഉമ്മാനോട് പറയാൻ പറ്റില്ലല്ലോ സർപ്രൈസ് വാങ്ങാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ രണ്ടാളും വന്ന്. നമ്മളെ ഭാഗ്യത്തിന് വണ്ടിൻ്റെ മേലൊന്നും കയറി ഇരിക്കേണ്ട ആവശ്യം വന്നില്ല. അവിടെ അടുത്തുള്ള കടയത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾ ഈ പോക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിക്കായിരുന്നു കേട്ടോ. കാരണം ഒരാവശ്യമില്ലാതെയാണല്ലോ ഞങ്ങൾ വന്നിക്കണത്. അവിടെ ഇരുന്നിട്ട് ആ ബിരിയാണിൻ്റെ സ്മെല്ല് ഇങ്ങോട്ട് മൂക്കൊക്കെ ഇങ്ങോട്ട് അടിച്ച് കയറിയിരുന്നു. തീരെ ഇരിക്കാൻ പറ്റണില്ലായിരുന്നു അവിടെ നിന്ന്. ഞാനത് കഴിക്കാതെ ഇങ്ങനെ ക്ഷമ പിടിച്ചിട്ടാണ് നിൽക്കണത്. അത്ര ടെംപ്റ്റിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ വഴിയിലിറങ്ങിയിട്ട് പിന്നെയും ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയിട്ടായി. ഇത് ഉമ്മാൻ്റെ ഫേവറേറ്റ് കടയാണ്. എപ്പോഴും ഉമ്മ ഇവിടുന്ന് മാക്സിയും കാര്യങ്ങളൊക്കെ എടുക്കല്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഏതാ രസം എന്നുള്ള രീതിയിൽ. അങ്ങനെ നമുക്ക് അവിടുന്ന് വലുതായി ഇഷ്ടമായില്ല. അപ്പം നമ്മൾ വേറൊരു കടയൊക്കെ കയറി. അവിടുന്നും ഈ ട്രൈ ചെയ്യൽ തന്നെ. ഐ നോ ഈ ഡ്രസ്സൊക്കെ എനിക്കിട്ടിട്ട് നല്ല ബോറുണ്ട് എന്നുള്ളത്. പക്ഷെ ഉമ്മാക്ക് ഇടുമ്പോൾ നല്ല രസമുണ്ടാവും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടുന്നൊക്കെ എടുത്ത് പോണത്. ഈ കാണുന്ന ഡ്രസ്സ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടാ. അങ്ങനെ ഇതാണ് ഞാൻ ഒന്ന് മേടിച്ചത്. പക്ഷേ സെയിം സാധനം ഉമ്മാൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് പോയി. ഇനി അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ മേടിച്ച സാധനം നമ്മൾ എവിടെ ഒളിപ്പിച്ച് വെക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ നമ്മൾ അതൊക്കെ സെറ്റാക്കിയിരിക്കണം. അപ്പം നമ്മൾ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എത്രത്തോളം സക്സസ് ആവും പാളും എന്നുള്ളതൊന്നും അറിയില്ല. ഒക്കെ നമ്മളൊരു ഊഹത്തിലല്ലേ ചെയ്യണത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കൊടുത്ത് നോക്കാം. സർപ്രൈസ് ആവുമായിരിക്കില്ലേ. അപ്പം നമുക്ക് കൊടുക്കാം. അപ്പോൾ സാധനമൊക്കെ ഉണ്ട്. കേക്കൊന്നും വാങ്ങാൻ നമുക്ക് സമയം കിട്ടിയില്ല. കാരണം അവിടെ കുറേ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് ഇത് കൊടുത്ത് സർപ്രൈസ് ആക്കാം. അപ്പം ഉമ്മാക്കറിയാം ഞാൻ എല്ലാ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണത് കൊണ്ട് ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ബർത്ത്ഡേ എനിക്കറിയില്ലായിരുന്നു. അപ്പം എല്ലാവരോടും ഉമ്മ വാൺ ചെയ്തിരുന്നു ഇന്ന ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അറിയിക്കണ്ടെന്നുള്ളത്. അതുപോലെ ബാക്കിൽ നിന്ന് ഉമ്മമ്മ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാട്ടോ ഒരാളെ സർപ്രൈസ് ചെയ്യുക. അവർ ആ ഒരു ഷോക്കിൽ നിൽക്കണതൊക്കെ. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ സർപ്രൈസ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അവർ നമുക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഇത്രയും കാലം ജീവിച്ചത്. അപ്പം ഇനി കുറച്ച് കാലം നമുക്ക് അവർക്കും വേണ്ടി ജീവിക്കാം. അപ്പോൾ ഇതൊരു കുഞ്ഞ് ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ ഏൺ ചെയ്ത ക്യാഷിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അതെത്ര കുഞ്ഞതാണെന്നുണ്ടെങ്കിലും ഇന്നെ ഹാപ്പി ആക്കണ കാര്യമാണ്. അപ്പം ഉമ്മാക്ക് എപ്പോഴും ഇഷ്ടമാവണ പോലെ തന്നെ ഞാൻ മേടിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിക്കണ്. പക്ഷേ ആ ഒരു ചുരിദാറിൻ്റെ അതേ സെയിം സാധനം ഉമ്മാൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഒരേപോലത്തത് എന്തിനാന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ചേഞ്ച് ചെയ്യാന്നുള്ള മൈൻഡിലായിരുന്നു. പക്ഷേ എന്തായാലും ആ ഒരു ടൈപ്പ് ചുരിദാറാണ് ഉള്ളത്. അപ്പോൾ ഒരേ മോഡൽ രണ്ടെണ്ണം വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളത് ജസ്റ്റ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സർപ്രൈസ് ഒക്കെ കൊടുത്തപ്പോൾ മൂപ്പരാൾ നല്ല ഹാപ്പി ആയിട്ടാ. ഈ ഒരു ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കാര്യമായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഭയങ്കര വലിയ സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇടയിലാട്ടോ ഈ പ്ലാൻ ഉണ്ടായത് ചായ കുടിക്കാൻ പോകാമെന്നുള്ളൊരു പ്ലാന്. അങ്ങനെ ആ ഒരു ഇതിൽ തന്നെ വീട്ടിലിട്ട ഡ്രസ്സ് ഇട്ടിട്ടാട്ടെ നമ്മളെല്ലാവരും സമയം ഒരു 12 മണി കഴിഞ്ഞിരിക്കണം കേട്ടോ. 1 മണി ആവാനായിരിക്കണം. അപ്പോൾ നമ്മൾ ഒറ്റ മൈൻഡിൻ്റെ ആൾക്കാരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡിൽ ചായ കുടിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി ഒരു 90% ആൾക്കാരുണ്ട്. അപ്പോൾ ഉമ്മമാരുടെ നല്ല സ്ട്രോങ് ചായ വന്നിട്ടുണ്ട് കേട്ടോ.
എന്നാ മേത്തേക്ക് വികണ്ടട്ടാ. ചൂട് 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 ചൂട്. സുന്ദരിയെ വാ. എക്സ്പ്രഷൻ കിട്ടിട്ടാ. അപ്പൊ ഇന്റെ കോഫിയും കാര്യങ്ങളൊക്കെ വന്നിട്ടാ. അപ്പൊ നമ്മള് ഓംലേറ്റും ഗ്രീൻ പീസും ഒക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ വന്ന ഫുഡൊക്കെ നമ്മൾ നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ്. നല്ല മഴ നോക്ക്. നമ്മൾ നല്ല കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് തന്നെ ചായ കുടിച്ച് പകുതിയായപ്പോൾ തന്നെ മഴ പെയ്ത് ആകെ ഒരു കളിയായിരുന്നു. അവിടെ കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കിട്ടിയൊരു സ്ഥലത്ത് നിന്ന് നല്ല പെരുമഴ എന്ന് പറഞ്ഞാൽ നല്ല പെരുമഴ. ഞങ്ങൾ ആകെ ടെൻഷനായിട്ട്, കാരണം നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഓടി വണ്ടിയിൽ കയറിയിട്ട് ഇരിക്കുകയാണ്. കാരണം പനിയൊക്കെ വന്നാലേ എക്സാം നല്ല രീതിയിൽ മൂഞ്ചും. നമ്മൾ ഈ ഒരു ഒറ്റ മൈൻഡില് മമ്മി ഉണ്ട് കേട്ടോ. ഇത് നോക്കി ഇങ്ങനെ ആക്കിട്ടാ. ചാട ടീംസാണ്. എൻ്റെ അമ്മമ്മ ആയതുകൊണ്ട് പറയല്ല, ഭയങ്കര ചാടയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.